ഗുഡ്വിൽ പാചകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നു തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം, എന്നാലും നമ്മളിത് വ്യത്യസ്ത രീതിയിലാണ് ചെയ്യുന്നത്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കെന്നാ പാചകത്തിലേക്ക് കടന്നാലോ? തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിക്ക് നമ്മൾ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 100 ഗ്രാം ഇഞ്ചി വേണം, 100 ഗ്രാം വെളുത്തുള്ളി വേണം, 50 ഗ്രാം പച്ചമുളക് വേണം, കുറച്ച് തേങ്ങാക്കൊത്ത് വേണം, വറ്റൽമുളക് 3 വേണം, കറിവേപ്പില വേണം, പിന്നെ ഹോൾ സ്പൈസസ് വേണം, അരമുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. മസാലയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നു. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു, ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു, തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കുന്നു, പച്ചമുളക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു, കറിവേപ്പില ഇടുന്നു, 2 സവോള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്, അതങ്ങ് ഇട്ട് കൊടുക്കും. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. ഈ ഉള്ളി ഒന്ന് വാടി വരുന്ന കൂട്ടത്തിൽ വറുത്തരപ്പൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പുറത്തെ അടുപ്പേ വെച്ചിട്ട് വറുത്തരപ്പൂടെ റെഡിയാക്കി എടുക്കാം. ഒരു പാനിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നു. അരമുറി തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നു. ഇച്ചിരി വെളുത്തുള്ളി, ചെറിയ ഉള്ളി, 2 വറ്റൽമുളക്, കറിവേപ്പില നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. തേങ്ങ നല്ല വറുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കാം. ഓഫാക്കിയിട്ട് 1 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങ വറുത്തെടുത്ത കൂടെ നമ്മുടെ സവോളയും റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ഇട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, മല്ലിപ്പൊടി ഇടുന്നുണ്ട് 2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. നന്നായിട്ടൊന്ന് മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ചിക്കൻ ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളമോടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ഗ്രേവി, ചിക്കൻ വറുത്തരച്ച കറി എന്ന് പറയുമ്പോൾ നല്ല ഗ്രേവിയാണ്. നമ്മൾ അതിന് കുറച്ച് വെള്ളമോടെ ഒഴിച്ചു കൊടുക്കുന്നു. ചിക്കനൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വറുത്തരപ്പൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം നനവില്ലാത്തൊരു ജാറിലോട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാൻ പറ്റും. ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറുത്തരപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്തരച്ച് ചേർത്തിട്ടുണ്ട്. ചിക്കൻ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. നമുക്കൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് റെഡിയാക്കി എടുക്കാം. ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല വറുത്തരച്ചതിൻ്റെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ചിക്കൻ നല്ല വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു വറുത്തരപ്പിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിതൊന്ന് ഇച്ചിരി കടുകൂടെ പൊടിച്ചിടാം. പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഓവർ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി നല്ല ബ്രൗണായി വരുമ്പോഴത്തേക്ക് വറ്റൽമുളക് 2 വറ്റൽമുളക്, 3 വറ്റൽമുളക് കീറി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമുക്കിത് തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയിലേക്ക് താളിപ്പങ്ങ് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സാക്കി കൊടുക്കുക.
വറുത്തരച്ച ചിക്കൻ കറി എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ചേച്ചി വന്നിട്ടുണ്ട്. നമുക്ക് ചേച്ചിയോട് ചോദിച്ച് നോക്കാം എങ്ങനെയുണ്ട് ചിക്കൻ കറി എന്ന്. ബാച്ചി നന്നായിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയാണ്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ് വിൽ പാചകം.